ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നാണ് ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദിയെന്ന് സംശയിക്കുന്ന ലിയാഖത്ത് അലിയെ പിടികൂടിയതെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ ശ്രമമെന്നും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയിലുള്ള പ്രതികാരമെന്ന നിലയിൽ ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നെന്നും എന്നാൽ അറസ്റ്റോടുകൂടി ഇത് പൊളിഞ്ഞതായും ഡൽഹി പോലീസ് അവകാശപ്പെട്ടിരുന്നു. He was trained in Pakistan and as I told you he went to Pakistan in 1997 and since then he has been in Pakistan. He has been crossing over to Indian side also. So definitely he has been trained in Pakistan. എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങിയെത്തുന്നവർക്ക് സ്വൈര്യജീവിതം നയിക്കാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. ഇതുപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് നേപ്പാൾ വഴി കുടുംബത്തോടൊപ്പം സനോളി ചെക്ക് പോസ്റ്റിലെത്തി ലിയാഖത്ത് വിവരമറിയിച്ചിരുന്നു. തുടർന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകും വഴിയാണ് പിടികൂടിയതെന്നാണ് കുടുംബാംഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും പറയുന്നത്. ഡൽഹി പോലീസിന്റെ വാദങ്ങളെ ജമ്മു കാശ്മീർ പോലീസും ഖണ്ഡിക്കുന്നു. എന്നാൽ ലിയാഖത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നടത്തിയ റെയ്ഡിൽ AK-56 തോക്കും സ്ഫോടക ശേഖരവും പിടിച്ചെടുത്തതായി ഡൽഹി പോലീസ് പറയുന്നു. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.